തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിപാടികളിൽ പാലിക്കേണ്ട ഹരിത പ്രോട്ടോകോൾ സർക്കുലർ പാലിക്കാതെ പഞ്ചായത്ത് ഭരണസമിതി. കുത്തനൂർ പഞ്ചായത്ത് ഭരണസമിതിയാണ് തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷിനെ പ്ലാസ്റ്റിക് ബൊക്കെ സമ്മാനിച്ചത്. നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുതെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നതാണ്. എന്നാൽ നിരോധിച്ച പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞ ബൊക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് തന്നെ നൽകിയാണ് പഞ്ചായത്ത് ചട്ടലംഘനം നടത്തിയത്. മന്ത്രി ബൊക്കെ സ്വീകരിച്ചില്ല. വാങ്ങാതെ അതിലെ ചട്ടലംഘനം വേദിയിൽ നിന്ന് ചൂണ്ടിക്കാട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. വലിയ പ്രചരണം, വലിയ പ്രവർത്തനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യമുക്ത നവകേരളം എന്ന് പറഞ്ഞിട്ട് അതിലേറ്റവും പ്രധാനം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ കൊണ്ടുവന്ന് തന്ന ബൊക്കെ നിരോധിച്ച പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞതാണ്. നിരോധിച്ച പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞതാണ്. നിരോധിച്ച പ്ലാസ്റ്റിക് ഉപയോഗിച്ചതിന് 10,000 രൂപ പിഴയണം. ഈ നിരോധനം നടപ്പാക്കേണ്ട വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അതിന്റെ മന്ത്രിക്കാണ് ഈ ബൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇതിനർത്ഥം എന്താ വെച്ചാൽ സർക്കാർ പറയുന്ന കാര്യങ്ങളെന്നും ചില ആളുകളുടെ തലയിലെത്തുന്നില്ല എന്നല്ലേ. ഈ ഉത്തരവുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. തദ്ദേശ വകുപ്പിൽ ഒരു ഉത്തരവ് തന്നെ ഇറക്കിയിട്ടുണ്ട്. വകുപ്പിന്റെ പരിപാടികളിൽ അതിഥികൾക്ക് ഒന്നുകിൽ പുസ്തകം കൊടുക്കാം, അതല്ലെങ്കിൽ ബഡ് സ്കൂളിലെ കുട്ടികളുടെ അവിടെ സദസ്സിലിരുന്ന് പലരും പറയുന്നുണ്ട്, കാരണം അവർക്കറിയാം ഈ ഉത്തരവ്. ബഡ് സ്കൂളിലെ കുട്ടികളുടെ ഉൽപ്പന്നം കൊടുക്കാം. ബഡ് സ്കൂളിലെ കുട്ടികളുടെ ഉൽപ്പന്നം കൊടുത്താൽ അവർക്കൊരു വരുമാനമായി. ഇതിനെന്താ വില ഇത്രയും വലിയ ബൊക്കയ്ക്ക്? എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം എന്തുകൊണ്ടുണ്ടോ? കുറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാക്കി എന്നല്ലാതെ. എന്തുകൊണ്ടാണ് ഇത് നിരോധിച്ച പ്ലാസ്റ്റിക് ആവുന്നത്? ഇത് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് റീസൈക്കിൾ ചെയ്യാനോ റീയൂസ് ചെയ്യാനോ പറ്റില്ല. മണ്ണിൽ ലയിക്കില്ല. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. സെക്രട്ടറിയുടെയും കൂടി ഉത്തരവാദിത്തമായിരുന്നു. അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് പറയാതിരുന്നാൽ അതുകൊണ്ടാണ് ഞാനത് വാങ്ങാതിരുന്നത്. ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവുകയും മന്ത്രിക്ക് എന്തൊരു ധിക്കാരാണ്. അതുകൊണ്ടല്ല, ചെയ്തത് നിയമവിരുദ്ധമായ കാര്യമാണ്. ഞാനുകൂടി കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ്. ഇനി എല്ലാവരും ശ്രദ്ധയിൽ അതുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുത്തനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ കെട്ടിടം ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് സംഭവം. അതേസമയം വിഷയം താൻ മുൻകൂട്ടി അറിഞ്ഞില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സഹദേവൻ പറഞ്ഞു. പെട്ടിയിലാണ് ബൊക്കെ കൊണ്ടുവന്നത്. പൂക്കളായിരുന്നു അതിൽ. പുറമെയാണ് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നത്. സ്വകാര്യമായി പറയേണ്ട കാര്യം രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും സഹദേവൻ പറഞ്ഞു. കോൺഗ്രസ് ഭരണസമിതിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. പിഴയടയ്ക്കുന്ന കാര്യത്തിൽ സെക്രട്ടറി അവധി കഴിഞ്ഞെത്തിയ ശേഷം തീരുമാനിക്കും. തമാശ രൂപേണ പറഞ്ഞൊരു പരിപാടിയാണ് എന്നാണ് ബാക്കി പറയുന്നത്. പക്ഷെ തമാശ പറയുമ്പോൾ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകുമെന്നും കൂടി ആലോചിക്കുന്നതായിരുന്നു. ഞാൻ അതിൽ കടക്കുന്നില്ല. അദ്ദേഹത്തിനുള്ള എല്ലാ ആദരവും ബഹുമാനവും വെച്ച് പറയുകയാണ്. നമ്മൾ 100% പ്രോട്ടോകോൾ, ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചാണ് എല്ലാ പരിപാടിയും ചെയ്തത്. അതിൽ MLA ആണ് ഇതിൻ്റെ ചെയർമാൻ, MLA ആണ് പരിപാടിയുടെ അധ്യക്ഷൻ. ഞാനോ MLA ഓരോ പരിപാടികളിൽ കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ പൂക്കടയ്ക്ക് വിളിച്ചിട്ട് പൂവിൻ്റെ ബൊക്കെ ഓർഡർ കൊടുക്കുന്നു. പൂവിൻ്റെ ബൊക്കെ ഒരു അട്ടപ്പെട്ടിയിൽ കൊണ്ടുവന്ന് വെച്ച പേര് അറിയിക്കുന്നു. അപ്പോഴേക്കും ഉദ്ഘാടന സെക്ഷൻ ആയപ്പോൾ ഞങ്ങൾ പറഞ്ഞു 5 മെമ്പർമാരെ ചുമതലപ്പെടുത്തി. 5 ഉദ്ഘാടകൻ, അധ്യക്ഷൻ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ 5 ആൾക്ക് ബൊക്കെ ക്രമത്തിലെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അട്ടപ്പെട്ടി ഞാൻ പൊളിച്ച് നോക്കാത്തത് എൻ്റെ പേരിൽ വന്നൊരു വീഴ്ചയാണ്. അത് ഞാൻ ചെയർമാനും കൺവീനർ ഞാനും MLA ആണ് അതിന് ചെയർമാൻ. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയൊരു വീഴ്ചയാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. കാരണം ഈ തിരക്കിനിടയിൽ ആ അട്ടപ്പെട്ടി പൊളിച്ചതിൽ പ്ലാസ്റ്റിക് കവർ ചെയ്തിട്ടുണ്ടോ നോക്കി. ഞങ്ങൾ പ്ലാസ്റ്റിക് ഉണ്ടാകുമെന്ന് എനിക്കോ ചെയർമാനോ എനിക്ക് MLAക്കോ എനിക്ക് ഞങ്ങളൊരു ചിന്തയെ ഞങ്ങളുടെ മനസ്സിലില്ല. ഞങ്ങൾ ആരെയും മോശക്കാരനാക്കാനോ നിയമവിരുദ്ധമായ പ്രവർത്തനം ചെയ്യാനോ ആഗ്രഹിച്ചിട്ടുമില്ല. ഇങ്ങനൊരു വീഴ്ചയുണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറയുന്നതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. ആ നിലയ്ക്ക് അതിനെ കണ്ടതാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം ഞങ്ങളോട് വാക്കുപോലും പറയാതെ ഇതിനെ പബ്ലിക്കായിട്ട് അവിടെ നടന്ന് കവിഞ്ഞ സദസ്സായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം. ഞാനൊരു പാവപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ അപമാനിക്കാൻ ഒരു ബൊക്കയിൽ ഒരു കവറിട്ട് ഞാൻ കൊടുക്കുമോ? അവിടെ നിന്ന് കൊണ്ടുവന്ന ആൾക്കാർ അങ്ങനെ ചെറിയ കവറിങ് വന്നു, ഒന്നൊരു വീഴ്ച വന്നു എന്ന് വെച്ചാൽ ബാക്കി ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. പിഴ അടയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.